ഹലോ ഡിയേഴ്സ്, ഒരു കുഞ്ഞ് യാത്ര പോവാണ് കേട്ടോ. ഒരു ചെറിയ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു കുഞ്ഞ് ട്രിപ്പ്. കുറേ നാളായിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിപ്പാണ്, യാത്രകളൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അപ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. കൂട്ടുകാരൊക്കെ ഓരോ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. നമ്മൾ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അങ്ങനെ അതിനൊരു ചേഞ്ച് ആവട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചേച്ചി വിളിച്ചിട്ട് അങ്ങോട്ടൊന്ന് വരാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ്റെ പെങ്ങളാണ്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. നമ്മുടെ പുളിങ്കുന്നാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോകുന്ന റോഡ് വഴിയാണ് കേട്ടോ പോകുന്നത്. AC റോഡൊക്കെ, റോഡ് പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ റോഡാണ് കേട്ടോ. ട്രാവലിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. റോഡ് സൈഡിലൊക്കെ കരിമീനും ഞണ്ടും ചെമ്മിനും ഒക്കെ എല്ലാം വിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ വഴി നമ്മൾ വരികയും കൂടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങ് പോകുമ്പോൾ ഹൗസ് ബോട്ടൊക്കെ ഇന്ന് സൺഡേ ആയിരുന്നുകൊണ്ടായിരിക്കണം, ഹൗസ് ബോട്ടൊക്കെ എല്ലാം ഓരോ സൈഡിലായിട്ട് ഒതുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഹൗസ് ബോട്ട് കണ്ടപ്പോൾ കുറേ നാളുകളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഹൗസ് ബോട്ടിൽ കൂടെ ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. അപ്പോൾ അതും എന്തെങ്കിലും സാധ്യമാക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വിട്ടു കേട്ടോ. ഒരുപാട് ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേച്ചിയുടെ വീട് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ വാതിക്ക വരെ തന്നെ വണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ ബൈക്ക് ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും മോളും ഞങ്ങളുടെ ആശയും സുജ ചേച്ചിയുമാണ്. അപ്പോൾ അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി 2 കുട്ടീസിനെയും കൊണ്ട് വരാത്തതിൻ്റെ ഒരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് വെക്കേഷൻ സമയത്ത് അവരെ കൊണ്ടുവരണം, വെക്കേഷൻ ആയിരുന്നെങ്കിൽ അവരെയൊക്കെ കൂടെ കൊണ്ടുവരാമായിരുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാൻ ചെയ്തതാണ്, അല്ലാതെ ഒരുപാട് നാളുകൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും വന്നേയില്ല. അപ്പോൾ ആൾക്കവിടെ ഒരു അമ്പലത്തിൽ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയ ആളാണ് കേട്ടോ. ഞങ്ങൾ വരുന്നത് കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ചേച്ചി ചായ എല്ലാം എടുത്ത് വെച്ചു. ബ്രെഡും കടലക്കറിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനും ലച്ചൂസും കൂടെ ഒരു പ്ലേറ്റിൽ തരും, ഞാനും ലച്ചൂസും കൂടെ ബ്രെഡും കടലക്കറിയും ഒക്കെ കഴിച്ച് ചേച്ചിയായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. കുറേ നാളുകളായി നേരിട്ട് കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ്, അപ്പോൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അപ്പോൾ ചേട്ടനാണെങ്കിൽ കഴിച്ചില്ല കേട്ടോ. ചേട്ടൻ പറഞ്ഞു പിന്നെ മതി, ഇപ്പോൾ വേണ്ട, ബ്രെഡും കടലയും ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ പുളിങ്കുന്ന് ആറ് കാണാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ആറിൻ്റെ സൈഡിൽ ഒക്കെ പോയി അവിടെയൊക്കെ നോക്കി, കൽക്കെട്ടിൻ്റെ സൈഡിലൊക്കെ നിന്ന് കേട്ടോ. ഇഷ്ടംപോലെ മീനാണ് കേട്ടോ. സൈഡിൽ നിന്നാൽ പോലും നല്ല വലിയ മീനുകളെയൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ലച്ചൂസ് വെള്ളത്തിനകത്തോട്ട് കാലൊക്കെ ഇട്ട് നോക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം പോയി. ഒരുപാട് മീനായതുകൊണ്ട് തന്നെ ആ സൈഡിലെല്ലാം നടന്ന് ഞങ്ങളിങ്ങനെ കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തും ആറുണ്ട് എന്ന് പറഞ്ഞാലും നമ്മളങ്ങനെ ഭയങ്കരമായ രീതിയിലൊന്നും അങ്ങനെ ആറിൽ അങ്ങ് പോകാറില്ല കേട്ടോ. അപ്പോൾ ഇതൊരു പള്ളിയാണ് കേട്ടോ. ഇത് നമ്മുടെ പുളിങ്കുന്ന് ആശുപത്രിയുടെ അടുത്തുള്ള പള്ളിയാണ്. അപ്പോൾ നമ്മൾ ആറിൻ്റെ അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാം കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുറേ ഇതൊക്കെ പോയപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഒരുപാട് പേര് ചൂണ്ടയിടുന്നതും മീൻ പിടിക്കുന്നതും ഒക്കെ കാണാമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടൊക്കെ എല്ലാം നടന്നു. ലച്ചൂസിനാണെങ്കിൽ ആ മീനൊക്കെ കണ്ടിട്ട് അവൾക്ക് അത് കൈകൊണ്ട് കോരിയെടുക്കാൻ തോന്നുന്നു എന്നാണ് കേട്ടോ ലച്ചൂസ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ യാത്ര പോയപ്പോഴത്തേക്ക് ലച്ചൂസിനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി കേട്ടോ, നമ്മുടെ പുളിങ്കുന്ന് പള്ളി. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ പള്ളി തന്നെയാണ് കേട്ടോ. ആർത്തുങ്ക പള്ളിയൊക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ പള്ളി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ പള്ളിയിലോട്ട് അകത്തോട്ടൊന്നും പോകാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പുന്നക്കുന്നുശ്ശേരി പള്ളിയാണ് കേട്ടോ, വലിയ പള്ളി. അപ്പോൾ ഇത് നമ്മളെ ചേച്ചിയുടെ വീടിനടുത്തൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ കാണുന്നതാണ്. ഒരുപാട് ശില്പങ്ങളൊക്കെ ഉള്ള, എന്താ പറയുക, ഒരുപാട് പ്രതിമകളൊക്കെ ഉള്ള ഭയങ്കര വലിയ പള്ളിയാണ്. ആ പള്ളി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനൊരു പള്ളി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എൻ്റെയൊക്കെ ഒരു ഇതിൽ നമ്മൾ ആർത്തുങ്ക പള്ളിയാണ് കൂടുതലും ഭയങ്കര വലിയ പള്ളിയായിട്ട് കണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ പള്ളിയേക്കാളും എന്തൊക്കെയോ ഒരു ഇതുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു ഭംഗിയായിരുന്നു. നമ്മൾ അങ്ങോട്ട് കയറിയൊന്നുമില്ല, നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ലച്ചൂസിനെല്ലാം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ ആറിൻ്റെ അങ്ങേയറ്റം വരെയൊക്കെ പോയി. അവിടെ നിന്നൊക്കെ ഇങ്ങനെ യാത്രകളൊക്കെ എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്ന്. പിന്നെയും നമ്മൾ വന്നപ്പോഴത്തേക്ക് ആ സൈഡിൽ ഭയങ്കര സിലോപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. ലച്ചൂസിനാണെങ്കിൽ നമ്മുടെ അവിടെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ലച്ചൂസ് പപ്പായെ കൊണ്ട് അപ്പം തന്നെ അതൊക്കെ കുത്തി എടുപ്പിച്ചേനെ. അപ്പോൾ ലച്ചൂസ് അതൊക്കെയാണ് കേട്ടോ പറയുന്നത്. ലച്ചൂസ് അതെല്ലാം കണ്ട് പിന്നെ ഞങ്ങളവിടെ കുറേ നേരം കറങ്ങി. അപ്പോൾ
നമ്മൾ ആറിൻ്റെ സൈഡിലുണ്ടെങ്കിൽ ഇത്രയും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കറങ്ങുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ജങ്കാറൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ജങ്കാറെല്ലാം ഒരു സൈഡിൽ അടുപ്പിച്ചിട്ടിരുന്നായിരുന്നു. ബോട്ടും ജങ്കാറും ഒന്നും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും സർവീസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത് ജങ്കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജങ്കാറിലൊക്കെ ഒന്ന് കയറണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ വൈപ്പിലൊക്കെ പോകാൻ നേരത്താണ് ബോട്ടിലും ജങ്കാറിലും ഒക്കെ കയറുന്നത് കേട്ടോ, നമ്മുടെ കൊച്ചിയിൽ. അല്ലാതൊന്നും അതിലൊന്നും കയറി പോയിട്ടില്ല എങ്ങും. അപ്പോൾ അതൊക്കെ എനിക്ക് ആ യാത്രകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് വെള്ളത്തിലെ യാത്ര ഇഷ്ടമാണെങ്കിൽ തന്നെ ഒരു ഭയമാണ്. പിന്നെ ഇതാണ് നമ്മുടെ പുളിങ്കുന്ന് ആശുപത്രി പാലം കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പം ലച്ചൂസ് പറയുമോ തല കറങ്ങുന്നു എന്നൊക്കെ പറയുമായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ പോയി ഒരുപാട് നടന്നു കേട്ടോ. അപ്പോൾ ഒരു വെയിലത്താണ്, വെയിലൊക്കെ കൊണ്ട് പറയുന്ന കണക്ക് കറങ്ങാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വെയിലും മഴയൊന്നും നോക്കാതെ ഇങ്ങനെ യാത്രയാണ് കേട്ടോ. അപ്പം ലച്ചൂസ് എന്നോട് ചോദിക്കുവാണ്, അമ്മേ ഇച്ചിരി വെയിൽ കൊണ്ടാൽ തലവേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് അമ്മ ഇന്ന് ഫുള്ള് ഇങ്ങനെ യാത്രയും കറക്കമാണല്ലോ എന്ന് പറയും. അപ്പോൾ കുറേ നേരം ഇങ്ങനെ കറങ്ങി എല്ലായിടവും കൂടെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ കറക്കത്തോട് കറക്കമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അതൊരു രസമല്ലേ അല്ലേ? നമ്മളെന്നും വീട്ടിൽ ഇങ്ങനെ ചുമ്മാ കുത്തിയിരുന്ന് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ഇങ്ങനെ ഇരുന്ന ഒരു രസം ഉണ്ടാകത്തില്ല. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കറക്കങ്ങളൊക്കെ കറങ്ങണം. പക്ഷെ ചെറിയൊരു നഷ്ടം ഉണ്ടായി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സീനറീസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് അവിടെയൊക്കെ നമ്മൾ ഒരുപാട് ആമ്പലൊക്കെ നിൽക്കുന്നതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നപ്പോഴത്തേക്കും വെള്ളം കണ്ടത്തിൽ വറ്റിച്ച് പോയതുകൊണ്ട് ആമ്പലും അതെല്ലാം പോയായിരുന്നു. പിന്നെ ഇത് നമ്മൾ ജങ്കാർ അടുപ്പിക്കുന്ന ഇടമാണ് കേട്ടോ. ഞങ്ങൾ അവിടെ പോയി കുറേ നേരം ഇരുന്ന് വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് കുറേ നേരം അങ്ങനെ ഇരുന്ന് കേട്ടോ. ഞാൻ ലച്ചൂസ് ഇറങ്ങിയില്ല, ലച്ചൂസിന് പേടിയാന്ന് പറഞ്ഞ്. അവിടെ കുറച്ച് വഴുക്കലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ലച്ചൂസ് അങ്ങ് മാറിയിരുന്നു. ഞാനവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് തിരിച്ച് വന്ന് ഇപ്പം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ലഞ്ചിൻ്റെ വിഭവങ്ങളൊക്കെയാണിത്. ചേച്ചിയുടെ പാചകമൊക്കെ കിടിലനാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് പാചകം ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2:30 ആയപ്പോൾ തിരിച്ചു പോന്നു. പിന്നെ നമ്മുടെ അടുത്ത യാത്ര വന്നെത്തിയത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ. ലച്ചൂസിനാണെങ്കിൽ കടലിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരൊന്നും ഇങ്ങനെ കടലിലൊന്നും കളിച്ചിട്ടില്ലല്ലോ. ഞാൻ കടലിൻ്റെ അടുത്ത് ജനിച്ച് വളർന്ന ആളായതുകൊണ്ട് നമ്മളെപ്പോഴും കടലിലൊക്കെ കളിച്ചതാണ്. എന്തായാലും കുറേ നാളായാലും ഇറങ്ങിയിട്ട് ലച്ചൂസിനോടൊപ്പം ലച്ചൂസിൻ്റെ സന്തോഷമല്ലേ, മക്കളുടെ സന്തോഷമല്ലേ നമുക്ക് ഒരിത് ത്രില്ല്. അപ്പോൾ അവളുമായിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് കടലിലെല്ലാം ഇങ്ങനെ കളിച്ചു. പിന്നെ പൊന്ത് വെള്ളം അടുത്തായിരുന്നു കേട്ടോ. അപ്പം അതുമൊക്കെ സായിച്ചേട്ടനെയൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്താണ് അത് കരയ്ക്ക് വലിച്ച് കയറ്റിയത്. പിന്നെ നല്ല ലച്ചൂസും കൂടെ ഒരുപാട് നനഞ്ഞു കേട്ടോ. ഞങ്ങൾ കുറേ കടലിലൊക്കെ കളിച്ചു. ഒത്തിരി നേരം കടലിലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഭയങ്കര ലച്ചൂസിന് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് അവൾ പപ്പായുമായിട്ട്, അപ്പോൾ അത്ര നേരം ഞങ്ങൾ കടലിൽ കളിച്ചപ്പോൾ പപ്പായ ആയിരുന്നു വീഡിയോ ഒക്കെ എല്ലാം എടുത്തത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് വളരെ ഹാപ്പിയോടെ ഇന്നത്തെ യാത്ര അവസാനിച്ചു.